ക്രിസ്തുമസ് ക്രിസ്തീയ കലണ്ടർ പ്രകാരമുള്ള പുണ്യദിനമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്. ലോകമെമ്പാടും ഡിസംബർ 25 ക്രിസ്തുമസ് ആയി കണക്കാക്കുന്നത്. എന്നാൽ ചില ക്രിസ്തീയ സഭകളിൽ മറ്റു ചില ദിവസങ്ങളിലാണ് ഈ ആഘോഷം. ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. എന്നാൽ ആചാരങ്ങളും ആഘോഷങ്ങളും പല ദേശങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുമസ് ഉത്ഭവത്തെപ്പറ്റി വ്യക്തമായ ചരിത്രരേഖകളില്ല. ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആചരിക്കാനുള്ള കാരണവും ചരിത്രകാരന്മാർക്ക് അജ്ഞാതമാണ്. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ 25 ക്രിസ്മസായി ആചരിക്കപ്പെടാൻ തുടങ്ങിയതെന്നാണ് ഏറ്റവും പ്രബലമായ വാദം. ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ 25 തൻ്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്കും പേഗൻ മതവിശ്വാസികൾക്കും പൊതുവായ ഒരു ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. റോമ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയായി ക്രിസ്തുമതത്തിലേക്ക് കുടിയേറിയതാണ് ക്രിസ്തുമസ് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഐക്യമുണ്ട്. റോമൻ സംസ്കാരത്തിൽ ഡിസംബർ 25 സൂര്യദേവൻ്റെ ജന്മദിനമായാണ് ആചരിച്ചിരുന്നത്. 4-ാം നൂറ്റാണ്ടുവരെ റോമാക്കാരുടെ ഔദ്യോഗിക മതമായിരുന്ന സോൾ ഇൻവിക്റ്റസ് എന്നാൽ മറഞ്ഞിരിക്കുന്ന സൂര്യൻ എന്നാണ് അർത്ഥം. ശൈത്യകാലത്ത് അവർ സൂര്യദേവൻ്റെ പുനർജനനം ആഘോഷിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിലും റോമാക്കാർ തങ്ങളുടെ പഴയ ആചാരങ്ങൾ മിക്കവയും നിലനിർത്തി. റോമൻ ആധിപത്യത്തിൽ കീഴിലായ ക്രിസ്തുമതവും ഈ ആഘോഷങ്ങൾ പിന്തുടർന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് റോമാക്കാരുടെ സൂര്യദേവൻ്റെ ജന്മദിനമായ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെയും ജനന ദിവസമായി ആചരിക്കപ്പെടാൻ തുടങ്ങി എന്ന് കരുതാം. ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ സുവിശേഷങ്ങൾ അടിസ്ഥാനമാക്കി നൂറ്റാണ്ടുകളായി പ്രചരിച്ചവയാണ്. മത്തായി, ലൂക്ക എന്നിവരുടെ സുവിശേഷങ്ങളാണ് മിക്ക കഥകൾക്കും ആധാരം. ലൂക്കായുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി കന്യകയായ മേരി പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായതായി മാലാഖ അറിയിക്കുന്നു. മേരിയുടെ പ്രസവ സമയം അടുത്ത നാളുകളിൽ റോമാ ചക്രവർത്തി അഗസ്റ്റസിൻ്റെ സ്ഥിതിവിവര കണക്കെടുപ്പ് തുടങ്ങി. ഇതുപ്രകാരം സെൻസസിൽ പേര് ചേർക്കാൻ നസ്രത്തിൽ നിന്നും ജോസഫ് പൂർണ്ണ ഗർഭിണിയായി മേരിയെയും കൂട്ടി തൻ്റെ പൂർവിക ദേശമായ ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു. യാത്രയുടെ അവസാനം പേറ്റുനോവ് അനുഭവപ്പെട്ട മേരി ഒരു പുൽത്തൊട്ടിയിൽ യേശുക്രിസ്തുവിന് ജന്മം നൽകി. ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റിയുള്ള മറ്റൊരു വിവരണം മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. ക്രിസ്തുവിൻ്റെ ജനനം മുൻകൂട്ടി അറിഞ്ഞ് നക്ഷത്രം കാട്ടിയ വഴിയിലൂടെ കിഴക്ക് ദേശത്തു നിന്നെത്തുന്ന ജ്ഞാനികളെ വരച്ചു കാട്ടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനമറിഞ്ഞ് ദൂരദേശത്തു നിന്നെത്തിയ രാജാക്കന്മാർ പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ യേശുവിനായി കാഴ്ചവെച്ചു. ഏതായാലും ഈ രണ്ട് സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകളാണ് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായി നിലനിൽക്കുന്നത്. ക്രിസ്തുമസ് നാളുകളിൽ പുൽക്കൂട് ഒരുക്കുക, നക്ഷത്ര വിളക്കിടുക, സമ്മാനങ്ങൾ കൈമാറുക തുടങ്ങി പല ദേശങ്ങളിലുമുള്ള ആചാരങ്ങൾ ഈ കഥകളിൽ നിന്നും രൂപമെടുത്തവയാണ്. പുൽക്കൂട് യേശുവിൻ്റെ ജന്മസ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ നക്ഷത്രവിളക്ക് ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രത്തിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ വ്യക്തിയാണ് സെൻറ്റ് നിക്കോളാസ്. ക്രിസ്തുമസ് സന്ധ്യയായ ഡിസംബർ 24 അർദ്ധരാത്രിയോട് അടുത്ത സമയത്തും ഡിസംബർ 6 വിശുദ്ധ നിക്കോളാസ് ദിനത്തിലും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാൻ അദ്ദേഹം എത്തും എന്നാണ് വിശ്വാസം. കുടവയറും നരച്ച നീണ്ട താടിയും ചുമന്ന നീണ്ട കുപ്പായവും കോണിൻ്റെ ആകൃതിയിലുള്ള നീണ്ട ചുമന്ന തൊപ്പിയും തോളത്ത് സഞ്ചിയും കയ്യിൽ നീണ്ട വടിയുമായി പ്രത്യക്ഷപ്പെടുന്ന ആ രൂപം എത്ര രസകരമാണ്. 3-4 നൂറ്റാണ്ടുകളിൽ തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിലെ ലിഡിയയിൽ ജനിച്ച നിക്കോളാസ് എന്ന വിശുദ്ധനാണ് സാന്താക്ലോസ് എന്ന ഇതിഹാസമായി മാറിയത്. ക്രിസ്തുമസ് ഫാദറായും ന്യൂ ഇയർ ഫാദറായും വിശുദ്ധ നിക്കോളാസ് ആദ്യമായി അറിയപ്പെടുന്നത് ജർമ്മനിയിലാണ്. വിശുദ്ധ നിക്കോളാസിൻ്റെ തിരുനാൾ ജർമ്മനിയിൽ പുതുവത്സര ദിനത്തിലാണ്. ഡച്ച് കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. ആ തിരുനാൾ അമേരിക്കൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീർന്നു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ക്രിസ്മസ് ട്രീകൾ. എന്നു മുതലാണ് ക്രിസ്മസ് ട്രീകൾ ആഘോഷത്തിൻ്റെ ഭാഗമായത്? ആ ചരിത്രം നോക്കിയാലോ? അറിയപ്പെടുന്ന ചരിത്രമനുസരിച്ച് 1605 ആദ്യത്തെ ഔദ്യോഗിക ക്രിസ്മസ് ട്രീ പിറന്നത്. പശ്ചിമ ജർമ്മനിയിലെ സ്ട്രാസ്ബർഗിൽ ചെറി മരങ്ങളിൽ വർണ്ണക്കടലാസുകളും ബലൂണുകളും നക്ഷത്ര വിളക്കുകളും തൂക്കി ആദ്യത്തെ ക്രിസ്മസ് ട്രീ പിറന്നു. പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടെ നമ്മുടെ നാട്ടിലേക്കും ക്രിസ്മസ് ട്രീ എത്തി. യൂറോപ്പിലാകട്ടെ ക്രിസ്മസ് ട്രീ മരങ്ങൾ നട്ടുവളർത്തുന്നത് വലിയ ബിസിനസ് സംരംഭമാണ്. ഫിർ മരങ്ങളാണ് പ്രധാനമായും അലങ്കരിക്കാനായി ഉപയോഗിക്കുക. പൈൻ മരങ്ങളും ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കാം.
ക്രിസ്മസ് നക്ഷത്രത്തിൻ്റെ ഐതിഹ്യമെന്ന് നോക്കിയാലോ? ഡിസംബർ മാസം ആദ്യം തന്നെ വീടിൻ്റെ മുന്നിൽ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട് നമ്മൾ. നക്ഷത്രത്തിനും ഒരു കഥ പറയാനുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നക്ഷത്രത്തിൻ്റെ ചരിത്രം മനസ്സിലായല്ലോ. യേശു ജനിച്ച സ്ഥലം എവിടെയാണെന്ന് അറിയാതിരുന്ന ജ്ഞാനികൾക്ക് യേശുവിലേക്കുള്ള വഴികാട്ടിയാകുന്നത് നക്ഷത്രമാണ്. വഴികാട്ടികൾ, നക്ഷത്രങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കാം. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ ഓടിയെത്തുന്നത് പുൽക്കൂട് തന്നെയാവും. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പ്രകടമായ രൂപങ്ങളിലൊന്നാണ് പുൽക്കൂട്. യേശുവിൻ്റെ ജന്മദിനമായ ക്രിസ്മസിന് യേശു പിറന്ന ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് ക്രിസ്തീയ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പുനർനിർമ്മിക്കുക എന്ന ആചാരം നിലവിലുണ്ട്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ട് മുതൽ ഈ രീതി നിലനിന്നിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ പുൽക്കൂടുകൾ നിർമ്മിച്ചിരുന്നത് പുല്ലുകളും ഇഞ്ചിപ്പുല്ലും വൈക്കോലും പനയോലയും തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടായിരുന്നു. അങ്ങനെയാണ് പുൽക്കൂട് എന്ന പേര് ആവിർഭവിച്ചത്. ഉണ്ണീശോ, മറിയം, ഔസേപ്പ്, പിന്നെ 3 രാജാക്കന്മാർ, ആട്ടിടയന്മാർ, ആടുമാടുകൾ, മാലാഖ തുടങ്ങിയവയുടെ രൂപങ്ങൾ പുൽക്കൂടുകളിൽ ഉണ്ടായിരിക്കും. അലങ്കാരമായി നക്ഷത്രങ്ങളും ബലൂണുകളും മറ്റും തൂക്കിയിടും. ഇന്ന് പുൽക്കൂടിൻ്റെ രൂപത്തിലും മട്ടിലും ഭാവത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകരുന്ന ആഘോഷമാണ്. ഏവർക്കും പെൻവുഡ് ക്രിയേഷൻസിൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ.